മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ വിധിച്ചു. ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷം തടവ്, രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ 6 വർഷവും, ആറാം പ്രതി നിഷാദിന് 5 വർഷവും 9 മാസവും തടവ് വിധിച്ചു. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഒറ്റമൂലി മരുന്നിന്റെ രഹസ്യം കൈക്കലാക്കുന്നതിനായി മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായിരുന്ന ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് നിലമ്പൂർ മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ തടവിൽ പാർപ്പിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലാണ് സുപ്രധാന വിധി പ്രസ്താവിച്ചത്. മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് കുറ്റകൃത്യത്തിൽ പ്രതികളുടെ പങ്ക് തെളിയിച്ചത്. കുറ്റക്കാരായ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് മഞ്ചേരി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയാണ്. ഒന്നാം പ്രതി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന് 13 വർഷവും 9 മാസം തടവും 2,45,000 രൂപ പിഴയും, രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് 6 വർഷവും 9 മാസം തടവും 60,000 രൂപ പിഴയുമുണ്ട്. ആറാം പ്രതി നിഷാദിന് 3 വർഷവും 9 മാസം തടവും 30,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. വിചാരണ നേരിട്ട പ്രതികളിൽ 9 പേർ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടു. ഏതായാലും ഈ ഒരു വിധി വന്നതിൽ ശരിക്കും തെളിവുകൾ ശരിക്കും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കോടതി അത് കൺസിഡർ ചെയ്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത തെളിവുകൾ മൊത്തം അതേ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ നോക്കും ജഡ്ജ്മെന്റിന് ശേഷം. ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് ഉപയോഗിച്ച കാറിൽ നിന്നും ലഭിച്ച മുടി ഷാബാസ് ഷെരീഫിന്റേതാണെന്ന DNA ഫലം നിർണായകമായി. കേസിൽ മാപ്പുസാക്ഷിയാക്കപ്പെട്ട 7ാം പ്രതിയായിരുന്ന വയനാട് ബത്തേരി സ്വദേശി മോനുവിന്റെ സാക്ഷിമൊഴികളും അന്വേഷണ സംഘത്തിന് സഹായകരമായി. 15 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. 2 പേരെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിൽ ഫാസിൽ എന്നയാൾ ഒളിവിൽ കഴിയവേ മരിച്ചു. മറ്റൊരു പ്രതി ഷമീം ഇപ്പോഴും ഒളിവിലാണ്. പ്രോസിക്യൂഷന്റെ ശക്തമായ വാദങ്ങളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും വിജയം കണ്ടതാണ് പ്രതികൾക്ക് ശിക്ഷ വാങ്ങി നൽകിയത്. പൊതുവെ നല്ല ഒരു വിധിയാണ്. ഈ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വിധിയാണ്. വിധി പഠിച്ചതിന് ശേഷം അപ്പീലിന്റെ സാധ്യതകളും നമ്മൾ പരിഗണിക്കും. 2020 ഷാബാസ് ഷെരീഫ് കൊല്ലപ്പെട്ടതെങ്കിലും പ്രതികൾ തമ്മിലുള്ള ഭിന്നതയെ തുടർന്ന് 2022 കൊലപാതക വിവരം പുറംലോകമറിഞ്ഞത്. നിലമ്പൂർ ഡിവൈഎസ്പി സാജു എബ്രഹാം, കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന CIP വിഷ്ണു, ഡാൻസ് ഓഫ് ടീമിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പഴുതുകളടച്ചുള്ള അന്വേഷണത്തിന്റെ വിജയം കൂടിയായി ശിക്ഷാവിധി. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.